കുറുവ സംഘത്തിന്റെ അറസ്റ്റിന് പിന്നാലെ ഞെട്ടി കോട്ടയം. കുറുവ സംഘാംഗം സന്തോഷ് സെൽവന്റെ അറസ്റ്റിന് പിന്നാലെ ഞെട്ടി കോട്ടയം. കോട്ടയം ജില്ലയിൽ 4 കേസുകളാണ് സന്തോഷ് സെൽവന്റെ പേരിലുള്ളത്. ഇതിൽ ഒരു കേസിൽ ശിക്ഷയും അനുഭവിച്ചു. പാലാ, ചങ്ങനാശ്ശേരി, ചിങ്ങവനം എന്നിവിടങ്ങളിലാണ് സന്തോഷ് സെൽവന്റെ പേരിൽ കേസുകളുള്ളത്. സമാന രീതിയിലുള്ള നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് സന്തോഷ് സെൽവം. പിടിയിലായ സന്തോഷിന്റെ പേരിൽ ചങ്ങനാശ്ശേരി, പാല, ചിങ്ങവനം സ്റ്റേഷനുകളിലായി 4 കേസുകളുണ്ടെന്നും തമിഴ്നാട്ടിൽ നിന്നാണ് നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് പറയുന്നു. 3 മാസം ജയിലിൽ കിടന്നതാണ്. കഴിഞ്ഞ 3 മാസമായി പാലാ സ്റ്റേഷനിലെത്തി ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. 3 വർഷം മുമ്പ് കുറുവ സംഘത്തിന്റെ സാന്നിധ്യം കോട്ടയത്തെ അതിരമ്പുഴയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിരമ്പുഴ പഞ്ചായത്തിൽ പുലർച്ചെ അടിവസ്ത്രം മാത്രം ധരിച്ച് മാരകായുധങ്ങളുമായി 3 പേർ സഞ്ചരിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് കുറുവ എന്ന പേരിലുള്ള സംഘം ആദ്യമായി സംസ്ഥാനത്ത് എത്തിയതെന്ന അഭ്യൂഹം പരക്കാൻ തുടങ്ങിയത്. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ഈ മേഖലയിൽ ഭീതി പരത്തുകയും ചെയ്തു. തുടർന്ന് അതിരമ്പുഴ പഞ്ചായത്തിലെ 5, 6, 7 വാർഡുകൾ ഉൾപ്പെടുന്ന തൃക്കൽ, മനക്കപ്പാടം പ്രദേശങ്ങളിൽ അജ്ഞാത സംഘം എത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മേഖലയിലെ 5 വീടുകൾ കുത്തിത്തുറക്കാൻ ശ്രമിച്ചതായും റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അന്വേഷണത്തിൽ കുറുവ സംഘത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല എന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. പക്ഷേ ഓരോ വർഷവും തെളിയിക്കപ്പെടാത്ത മോഷണങ്ങൾ ജില്ലയിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ശക്തമായ മഴയുള്ള സമയത്തായിരുന്നു മോഷണങ്ങൾ ഏറെയും. മഴയത്ത് ശബ്ദം പുറത്ത് കേൾക്കില്ലെന്നും മറ്റാളുകളുടെ ശ്രദ്ധ ഉണ്ടാകില്ല എന്നതും മോഷ്ടാക്കൾക്ക് സഹായകരമായിരുന്നു. ഇപ്പോൾ പിടിക്കപ്പെട്ട സന്തോഷ് സെൽവന് കോട്ടയത്ത് 4ഓളം കേസുകൾ ഉണ്ടായിരുന്നു എന്ന വിവരം പുറത്തുവരുമ്പോഴാണ് കുറുവ സംഘം കോട്ടയം വിട്ടു പോയില്ലെന്ന വിവരം പുറത്തുവരുന്നത്. കുറുവ സംഘത്തിൽ 14 പേരാണ് ഉള്ളതെന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. തമിഴ്നാട് തിരുട്ട് ഗ്രാമങ്ങളിലെ ആയുധധാരികളായ മോഷ്ടാക്കളുടെ സംഘമാണ് കുറുവ സംഘം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ കൂട്ടമാണ് കുറുവ. മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിയില്ലാത്തവരുടെ കൂട്ടമാണിതെന്ന് പോലീസ് പറയുന്നു. കുറുവ സംഘം ആക്രമണകാരികളാണ്. ഇരുമ്പ് കമ്പിയോ മറ്റോ കൊണ്ടു നടക്കും. വാതിലിന്റെ കുറ്റിയെടുക്കാനും എതിർപ്പുണ്ടായാൽ ആക്രമിക്കാനുമാണിത്. 2 പേർ വീതമാണ് മിക്കയിടത്തും കവർച്ചയ്ക്കെത്തുന്നത്. സുരക്ഷ കുറഞ്ഞ പിൻവാതിലുകൾ അനായാസം തുറന്ന് അകത്ത് കടക്കുന്നതാണ് രീതി. പിടിക്കപ്പെട്ടാൽ ഇവർ അക്രമകാരികളായി മാറുമെന്നതിനാൽ പോലീസും ശ്രദ്ധയോടെയാണ് ഇവരെ കൈകാര്യം ചെയ്യുന്നത്.